എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ 10 വർഷ കാലഘട്ടം പാലക്കാട് നഗരത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ഇത്തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നേ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് ചോദിച്ചു പോകുന്നത്. ആ 10 വർഷ കാലഘട്ടത്തിൽ ആദ്യത്തെ 2015-20 ഭരണസമിതിയിൽ വ്യക്തമായ കേവല ഭൂരിപക്ഷം ഞങ്ങൾക്കില്ലായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെല്ലാം തന്നെ UDFും LDFും ചേർന്ന് അട്ടിമറിക്കപ്പെട്ടു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിൽ വരുത്തി വലിയ വികസന മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2020 തെരഞ്ഞെടുപ്പിൽ 28 സീറ്റ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ അധികാരത്തിലേറി. ആ പാലക്കാട് നഗരത്തിൻ്റെ വികസന തുടർച്ചയ്ക്കായാണ് ഇത്തവണ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് ചോദിച്ചു പോകുന്നത്. ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ ബഹുമാനപ്പെട്ട പാലക്കാട് നഗരസഭാ ഉപാധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് ജി നിങ്ങൾക്ക് മുമ്പാകെ ഇപ്പോൾ അവതരിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള ഒരു സാഹചര്യം, UDF ഒരു പ്രകടന പത്രികയോടൊപ്പം തന്നെ ഒരു കുറ്റപത്രവും കൂടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറ്റപത്രം എന്ന് പറയുന്നത് നുണകളുടെ ഒരു കൂമ്പാരമാണ്. ഇത് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കണം എന്ന് ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിലൊരു പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത്, ഈ നഗരസഭ ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം 2015 അന്നത്തെ MLA ശ്രീമാൻ ഷാഫി പറമ്പിലാണ് ആ പദ്ധതി ഏറ്റെടുത്തത്. ഷാഫി പറമ്പിൽ രാജിവെച്ച ശേഷം ആ പദ്ധതി വീണ്ടും ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കുട്ടമാണ് ഈ പദ്ധതി ഞാൻ പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞ്, ഞാൻ കൂടുതൽ പണം സർക്കാരിൻ്റെ നിന്ന് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. പാലക്കാട് ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം എന്ന് പൂർത്തീകരിക്കുമെന്ന് മുങ്ങിയ MLA വ്യക്തമാക്കേണ്ടതാണ്. രണ്ടാമത്തെ സംഗതി, മോയിൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് മോയിൻ സ്കൂൾ. തിരുവനന്തപുരത്ത് കോട്ടൺ ഹൈസ്കൂൾ, അതായത് കോട്ടൺ ഗേൾസ് ഹൈസ്കൂൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്നത്. ഈ പദ്ധതിയും 2014 ശ്രീമാൻ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 2025 അന്ന് ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് അവർ അമ്മമാരായി അവരുടെ മക്കൾ ഇപ്പോൾ മോയിൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ പദ്ധതിയും ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. നമ്മുടെ മോയിൻ സ്കൂൾ ഈ ഡിജിറ്റലൈസേഷൻ പദ്ധതി എന്ന് പൂർത്തീകരിക്കുമെന്ന് പാലക്കാട് MLA വ്യക്തമാക്കേണ്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പാലക്കാട്ടെ MLA എവിടെയുണ്ടെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. അദ്ദേഹം ഇപ്പോൾ പാലക്കാട് ഇല്ലാതായിട്ട് ഏതാണ്ട് 12ാമത്തെ ദിവസമാണ്. പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ, പ്രത്യേകിച്ച് നിയമസഭയിൽ ഒരു പ്രതിനിധി ഇല്ലാതായിരിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനാണ്. അവരാണ് ഈ ഉത്തരം പറയേണ്ടതാണ്. നാലാമത്തെ സംഗതി, നമുക്കറിയാം, വിക്ടോറിയ കോളേജിന് അടുത്ത് ഏതാണ്ട് 15 വർഷം ഒരു പണിതീരാത്ത ഒരു ഭാർഗവി നിലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇൻഡോർ സ്റ്റേഡിയം എന്നാണ് അതിൻ്റെ പേരെങ്കിലും അതിൻ്റെ പ്രവർത്തനം ഇന്നേ വരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആ സ്റ്റേഡിയം ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് ചില CPMൻ്റെ നേതാക്കന്മാരാണെന്ന് നാട്ടിലെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണി ഈ ജന്മം തീർക്കാൻ സാധിക്കുമോ എന്ന് CPIM വ്യക്തമാക്കണം.
അടുത്തത് ഞാൻ ഈ UDF ഇറക്കിയിട്ടുള്ള ഈ കുറ്റപത്രത്തിൻ്റെ ചെറിയ സംഗതികൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇതിൽ എഴുതിയിരിക്കുന്നത് നരകം പണിത നഗരസഭ. 35 വർഷം ഈ നഗരം ഭരിച്ചിട്ടുള്ള UDF ഇതിൽ ചില ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അതായത് കുറച്ച് മാലിന്യ കുമ്പാരം, ഒരു വലിയൊരു മലയാണ് ഇട്ടിരിക്കുന്നത്. 35 വർഷം ഭരിച്ച കോൺഗ്രസ് അവിടെ നമ്മുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലുള്ള മാലിന്യം അവർക്ക് നീക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഫോട്ടോ എവിടുന്ന് സംഘടിപ്പിച്ചു എന്ന് UDF നേതൃത്വം വ്യക്തമാക്കണം. കാരണം ഇപ്പോൾ ആ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ബയോമൈനിങ് നടപ്പാക്കി എന്ന് മാത്രമല്ല, ഏതാണ്ട് 60% പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് നെറ്റിൽ ഇത്തരം ധാരാളം ഫോട്ടോസ് ലഭ്യമാകും. അപ്പോൾ UDF ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇത് പാലക്കാട്ടിലെ ഫോട്ടോ അല്ല, ഇത് എവിടുന്നോ നെറ്റിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഫോട്ടോ. ഇത്തരത്തിൽ UDFൻ്റെ കുറ്റപത്രം എന്ന് പറഞ്ഞ അച്ചടിച്ചിട്ടുള്ള ഒരു സംഗതി. അടുത്തത് അവർ പറഞ്ഞിരിക്കുന്ന കവർ പേജിൽ പാലക്കാട് പട്ടണത്തിലെ കുളങ്ങൾ പകുതി കാണാനില്ല, ഒരു പത്രവാർത്തയാണ്. ഈ വാർത്ത പാലക്കാട് നഗരസഭയിലെ കുളങ്ങൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 10-21 കുളങ്ങൾ പാലക്കാട് നഗരസഭ മുൻകൈയെടുത്ത് നവീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ സ്വകാര്യ കുളങ്ങൾ ധാരാളം നികത്തിപ്പോകുന്നുണ്ട്. അതിന് പാലക്കാട് നഗരസഭയല്ല അതിന് ഉത്തരവാദി, അത് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന ഈ കേരള സർക്കാരിൻ്റെ CPI അവരാണ് ഈ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അവരാണ്, ആ വകുപ്പാണ് പല കുളങ്ങളും നികത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അവരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. എത്ര കുളങ്ങൾ പാലക്കാട് നഗരസഭയിൽ ഇത്തരത്തിൽ നികത്തി പോയിട്ടുണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്നാണ് ഒരു അവകാശവാദം ഈ പറയുന്ന കുറ്റപത്രത്തിൽ. ഞാൻ UDFലെ നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഷയം പിൻ പോയിൻ്റ് ചെയ്ത് ഇന്ന അഴിമതി നടന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഈ 5 വർഷക്കാലം ഒരു പ്രവൃത്തിയും ടെൻഡർ ഇല്ലാതെ നമ്മൾ പാലക്കാട് നഗരസഭയിൽ കൊടുത്തിട്ടില്ല. ഒരു പൈസയുടെ അഴിമതി ഇല്ലാതെയാണ് ഈ നഗരഭരണം മുന്നോട്ട് പോയത് എന്ന് മാത്രമല്ല, ഇന്ന് നഗരത്തിലെ UDFലെ പല സ്ഥാനാർത്ഥികളും അവർ ബോർഡ് വെച്ചിരിക്കുന്നത് വികസന തുടർച്ചയ്ക്കായി അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ 4 കൗൺസിലർമാരുടെ പേര് പറയാം. ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായ ബാബു മീരാൻ, അദ്ദേഹം ബോർഡ് വെച്ചിരിക്കുന്നത് വികസന തുടർച്ചയ്ക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ 47-ാം വാർഡ് സ്ഥാനാർത്ഥി മിനി ബാബു, വികസനം ഇനിയും തുടരണം. കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് മിനി ബാബു. അവസാന നിമിഷമാണ് അവർ സീറ്റ് വാങ്ങി തിരുവനന്തപുരത്ത് നിന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നാണ് അറിയപ്പെടുന്നത്. അവർ വെച്ചിരിക്കുന്നത് വികസനം തുടരണം, വികസന തുടർച്ചയ്ക്ക് അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. നൂർനിയിലെ സ്ഥാനാർത്ഥി ശ്രീ വിപിൻ 40-ാം വാർഡിൽ നടത്തിയ വികസനത്തിന് സമാനമായ വികസനം നടത്താൻ എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും CPMൻ്റെയും കൗൺസിലർമാർ വോട്ട് ചോദിക്കുന്നത് ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം തുടരാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് നഗരത്തിൽ ഒട്ടനവധി കളവ് നടക്കുന്നു എന്നാണ് വലിയൊരു വാദം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കളവ് നടത്തുന്നത് തടയാൻ നഗരസഭയുടെ എല്ലാ ഉത്തരവാദിത്വം അത് പോലീസിൻ്റെയാണ്. സാമാന്യ ബോധമുള്ള ഒരാളും ഇത്തരത്തിലൊരു കുറ്റപത്രം തയ്യാറാക്കില്ല. ഇതിനെ സംബന്ധിച്ച് ആരാണ് ഓരോ പ്രവർത്തിക്കും ഉത്തരവാദി എന്ന് മനസ്സിലാവാത്ത ആളുകളാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും പാലക്കാട് നഗരസഭ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി ഇവിടെ 177 ക്യാമറകൾ 56 സ്ഥലത്ത് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു വരുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്യാമറ നഗരമാണ് പാലക്കാട്. അത് പോലീസിനാണ് ഏറ്റവും കൂടുതൽ ഉപകാരമായിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലൈവ് വെബ്കാസ്റ്റ് പോലീസിൻ്റെ SP ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല പാലക്കാട് നഗരത്തിൽ നടന്നിട്ടുള്ള എല്ലാ കളവുകളും അടുത്ത കാലത്ത് 48 മണിക്കൂറിനകം പോലീസിന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. നഗരത്തിൽ മുഴുവൻ മാലിന്യ കുമ്പാരമാണെന്ന്.
സത്യമാണ്. നഗരത്തിൽ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്ന ഒരു കാലയളവ് ഉണ്ട്. അതായത് 2015 വരെ ഈ നഗരത്തിൽ ഒട്ടനവധി കേന്ദ്രങ്ങളിൽ മാലിന്യ കൂമ്പാരമുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഞാൻ UDFൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഏരിയകളിൽ, നഗരത്തിൻ്റെ പ്രധാന റോഡുകളിൽ എവിടെയെങ്കിലും പൊതു ഇടങ്ങളിൽ നിങ്ങൾക്ക് മാലിന്യ കൂമ്പാരം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ എന്ന് ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. ഭവന പദ്ധതി യാതൊരു വിധത്തിലുള്ള സംഗതി നടന്നിട്ടില്ല എന്നാണ് അവർ കുറ്റപത്രം പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ വീടുകൾ കൊടുത്തിട്ടുള്ള ഒരു നഗരസഭയാണ് പാലക്കാട് നഗരസഭ. സിഗ്നൽ ലൈറ്റിൽ അഴിമതി നടന്നു എന്നാണ് ഈ പറയുന്ന കുറ്റപത്രം പറയുന്നത്. കേരളത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു നഗരസഭയിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് ഇങ്ങോട്ട് വരുമാനം കിട്ടിയ ഒരു നഗരസഭയാണ് പാലക്കാട് നഗരസഭ. സത്യത്തിൽ ഇത് UDF ആണ് പറയേണ്ടത്. UDFൻ്റെ ഭരണകാലത്ത് ഏതാണ്ട് 10 വർഷക്കാലത്തേക്ക് ഇവിടുത്തെ ഒരു കരാറുകാരന് സൗജന്യമായി സിഗ്നൽ ലൈറ്റ് വെക്കാൻ കൊടുത്ത അതേ കരാറുകാരൻ ഇപ്പോൾ ടെൻഡർ വിളിച്ചപ്പോൾ 50 ലക്ഷം രൂപ തരാ എന്ന് പറഞ്ഞ് അദ്ദേഹം കോട്ട് ചെയ്തു. പക്ഷേ അദ്ദേഹത്തെക്കാട്ടും ഇരട്ടി സംഖ്യ കോട്ട് ചെയ്ത ആൾക്കാണ്, 1 കോടി രൂപ കോട്ട് ചെയ്ത ആൾക്കാണ് ഇപ്പോൾ ടെൻഡർ കൊടുത്തിരിക്കുന്നത്. പാലക്കാട് നഗരസഭയ്ക്ക് 5 വർഷത്തിൽ ഓരോ വർഷവും ചെറിയൊരു ശതമാനം വർധനയുണ്ട്. അതുകൊണ്ട് തന്നെ 5 വർഷത്തിൽ പാലക്കാട് നഗരസഭയ്ക്ക് 1.25 കോടി രൂപയാണ് ഇതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത്. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു സിഗ്നൽ ലൈറ്റ് സംവിധാനമാണ് പാലക്കാട് സ്ഥാപിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ നഗരങ്ങളിൽ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ കോഴിക്കോടോ ഇല്ലാത്ത സംവിധാനമാണ് ഇന്ന് പാലക്കാട് നഗരസഭയിലുള്ള സിഗ്നൽ ലൈറ്റ് സംവിധാനം. പാലക്കാട് നഗരസഭ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്യാമറ നഗരം. പ്ലാൻ ഫണ്ട് ചെലവഴിച്ചതിൽ 87 നഗരസഭകളിൽ 1-ാം സ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ നാപ്കിൻ ഇൻസിനറേറ്റർ. ഇവർ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. അതായത് കുറ്റപത്രത്തിൽ എനിക്കത് വലിയ കൗതുകം തോന്നി. അതായത് കുറ്റപത്രത്തിലെ ഒരു 8-ാമത്തെ പേജിൽ സ്ത്രീ സൗഹാർദ്ദം, സ്ത്രീകളുടെ സൗഹൃദപരമായ ഒരു മുനിസിപ്പാലിറ്റിയെ ലക്ഷ്യമാക്കിയാണ് UDF വികസന രേഖാ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. എന്താ അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വികസന രേഖാ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് സ്ത്രീകൾക്ക് സൗഹൃദപരമായ ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ളതാണ്. നഗരത്തിലെ പ്രധാന മേഖലകളിൽ സ്ത്രീകൾക്കായി വിശ്രമ കേന്ദ്രങ്ങൾ, ഷീ ടോയ്ലറ്റുകൾ, ബയോ ടോയ്ലറ്റ് സൗകര്യങ്ങൾ. UDF സത്യത്തിൽ വെക്കേണ്ടത് പ്രഗ്നൻസി അബോർട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രം കൂടി വയ്ക്കുമെന്ന് അവരുടെ ഒരു എന്താ പറയുക, ഒരു വികസന രേഖയിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യോജിച്ചത് അതാണ്. സത്യത്തിൽ ഈ സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത് ഒരു മിനിമം കാര്യം UDFൻ്റെ നേതാക്കന്മാർ ചെയ്യേണ്ടത് അവരുടെ MLAയുടെ അടുത്ത് ഒന്ന് പോലീസിനോടൊന്ന് കീഴടങ്ങാൻ പറയണം. 2 ഗുരുതരമായ കുറ്റങ്ങളാണ് പാലക്കാട് MLAക്കെതിരെ ഉള്ളത്. ബലാത്സംഗ കുറ്റമാണ്, ചില്ലറ കുറ്റമല്ല. 2 ബലാത്സംഗവും, 1 അബോർഷൻ, നിർബന്ധിത അബോർഷൻ. ഇവരാണ് സ്ത്രീ സൗഹൃദ നഗരസഭയെ സംബന്ധിച്ച് ഇവർ വാചാലമാകുന്നത്. അപ്പോൾ ഇതൊക്കെ വെറും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നുണകളുടെ ഒരു കുമ്പാരമാണ് ഈ UDFൻ്റെ കുറ്റപത്രവും വികസന രേഖയും. അതേപോലെ തന്നെ പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതിയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തെരുവോര കച്ചവടക്കാർക്ക് സഹായം കൊടുത്തിട്ടുള്ള നഗരസഭയാണ്. 13 കോടി രൂപയാണ് സഹായം നൽകിയത്. സ്വച്ഛ് ഭാരത് റാങ്കിങ് വൃത്തിയുടെ കാര്യത്തിൽ 3800 എന്ന ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ നിന്ന് ഇപ്പോൾ പാലക്കാട് നിൽക്കുന്നത് 338-ാമത്തെ റാങ്കിങ്ങിലാണ്. സുകന്യ സമൃദ്ധി പദ്ധതിയിൽ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ 1-ാം സ്ഥാനത്താണ് പാലക്കാട് നിൽക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസ് പദ്ധതികളിൽ കൂടുതൽ ഗുണഭോക്താക്കളെ ചേർത്തതിൽ കേരളത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്നത് പാലക്കാടാണ്. അങ്ങനെ ഒട്ടനവധി 1-ാം സ്ഥാനമാണ് പാലക്കാട് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് സത്യത്തിൽ വലിയ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. പിണറായി വിജയൻ്റെ സർക്കാർ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന പാലക്കാടിന് പ്ലാൻ ഫണ്ട് എക്സ്പെൻഡിച്ചറിൽ 1-ാം സ്ഥാനം ലഭിച്ച സമയത്ത് ഇനി ഇതിലും വലിയൊരു അംഗീകാരം പാലക്കാട് നഗരസഭയ്ക്ക് കിട്ടാനില്ല എന്ന് കരുതിയതാണ്. ഒരു കാര്യം 100% ഉറപ്പാണ്, ഭാരതീയ ജനതാ പാർട്ടി
വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നഗരസഭ വിജയിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ MP പല സംഗതികളും ഈ കുറ്റപത്രമൊക്കെ ഇറക്കുന്ന സമയത്തും അവരുടെ വികസന രേഖ ഇറക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബഹുമാന്യനായ പാലക്കാട് MP വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നത് കണ്ടു. അദ്ദേഹം ചെയ്യേണ്ട ഒരു മിനിമം സംഗതി രാഹുൽ മാങ്കുട്ടം എവിടെയാണ് ഒളിവിൽ എന്ന് അദ്ദേഹം പോലീസിനൊന്ന് അറിയിക്കണമെന്നൊരു അപേക്ഷ മാത്രമാണ് വെക്കാനുള്ളത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം മുതൽ ഇവിടെ പല പത്രസമ്മേളനങ്ങളിൽ സൂചിപ്പിച്ചൊരു സംഗതിയുണ്ട്. 2015 മുമ്പ് ഇവിടെ പാലക്കാട് ഭരണം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2010 മുതൽ 2015 വരെ നടന്നിട്ടുള്ള ആ UDFൻ്റെ ഭരണം പല കേന്ദ്രങ്ങളും സ്വകാര്യ വ്യക്തികൾക്ക് സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു 2 ഉദാഹരണം മാത്രം ഞാൻ നിങ്ങൾക്ക് പറയാം. ഇന്ന് പാലക്കാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന് പറയുന്നത് നിരഞ്ജൻ റോഡാണ്. ആ റോഡ് അവിടെ പരസ്യം വെക്കാനായി 2014 അന്നത്തെ UDF ഭരണം തികച്ചും സൗജന്യമായി 10 വർഷക്കാലത്തേക്ക് അത് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തു, സൗജന്യമായിട്ട്. എനിക്ക് 100% ഉറപ്പുണ്ട് ആ റോഡ് ഇന്ന് നഗരസഭയുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വർഷം ചുരുങ്ങിയത് 10 ലക്ഷം രൂപ ആ റോഡിൽ നിന്ന് മാത്രം ലഭിക്കുമായിരുന്നു. 10 വർഷം എന്ന് പറയുമ്പോൾ 1 കോടി രൂപ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കമ്മീഷൻ ഏജൻറ്റുമാരാണ് ഈ നഗരസഭ 2015 മുമ്പ് ഭരിച്ചിരുന്നത്. ആ കമ്മീഷൻ ഏജൻറ്റുമാർ ഇത്തവണ വീണ്ടും അവർ പല വാർഡുകളിലും അവർ കുപ്പായം തുന്നി മത്സരിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ കമ്മീഷൻ ഏജന്റുമാർ വരുന്നതിന് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ഈ നഗരസഭ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നിരഞ്ജൻ റോഡ് മാത്രമല്ല, 15 വർഷക്കാലം സിഗ്നൽ ലൈറ്റ് സൗജന്യമായിട്ട് ഒരു വ്യക്തിക്ക് കൊടുത്തതാണ്. ഇന്ന് ആ സിഗ്നൽ ലൈറ്റിൽ നിന്ന് 5 വർഷത്തേക്ക്, സിഗ്നൽ ലൈറ്റ് കൊടുത്തത് 15 വർഷക്കാലത്തേക്കാണ്, 5 വർഷക്കാലത്തേക്ക് 1.25 കോടി രൂപയാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായി ഈ നഗരസഭാ ഇലക്ഷൻ നേരിടുകയാണ്. ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 35 സീറ്റാണ്. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ നഗരസഭ ഭരണം പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവരുടെ ഈ നുണകളുടെ കുമ്പാരം ഇത് പൊതുജന മധ്യത്തിൽ ഇത് പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം. നന്ദി, നമസ്കാരം. അല്ല, അത് വളരെ എളുപ്പമാണല്ലോ. ഇത്രയും കാലം ആ MLA കൊണ്ടു നടന്ന് ആഘോഷിച്ച ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൈ കഴുകാൻ സാധിക്കില്ല. നേരത്തെ ഞാൻ പല കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നാണ്, അതായത് ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. മുരളീധരൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ സഹോദരിമാർ മുതൽ അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇദ്ദേഹത്തിൻ്റെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ആളല്ല എന്ന് പറയാൻ സാധിക്കില്ല. തലയിലേറ്റി നടന്ന ആളുകൾ ഇന്ന് ഇവിടെ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അവർ പാലക്കാട് ജനതയോട് മാപ്പ് പറയേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരാളെ പാലക്കാട് കൊണ്ടുവന്ന് ഇത്രയും നീചമായ പ്രവൃത്തി നടത്തിയ ഈ MLA നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അനന്തരഫലം നമ്മൾ അനുഭവിക്കുന്ന പാലക്കാട്ടെ ജനങ്ങളാണ്. അപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വമാണ് മാപ്പ് പറയേണ്ടത്. കുട്ടിക്കലാശം നാളെ ഉച്ചയ്ക്ക് ശേഷം വടക്കന്തറ മൈതാനത്തു നിന്ന് ആരംഭിക്കും. അവിടെ നിന്ന് മാർക്കറ്റ് റോഡ്, ഓവർ ബ്രിഡ്ജ്, GB റോഡ് വഴി സുൽത്താൻപേട്ട 1 പോയിന്റിൽ സമാപിക്കും. എല്ലാവർക്കും ഒരേ പോയിന്റ് തന്നെയാണ് ഈ 3 പോയിന്റ്. അതെ.
സ്റ്റേഡിയമായിരുന്നു. ഇത്തവണ ഈ 2 റോഡും മറ്റേ വൈകുന്നേരത്തോടുകൂടി അടയ്ക്കാൻ സാധ്യതയുണ്ട്. ഒരു 4:30 മണിയോടെ ഇങ്ങോട്ട് വിക്ടോറിയയിൽ നിന്ന് ഇങ്ങോട്ടും ബാക്കി ഗതാഗതം മറ്റു ഭാഗങ്ങളിലൂടെ വരും. അമൃത് 1 220 കോടി രൂപയാണ്. ആ 220 കോടി രൂപയിൽ 110 കോടി രൂപ മലമ്പുഴയിലെ 4 ഫിൽട്ടർ പ്ലാന്റ് 1965 സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ പൈപ്പുകളും മാറ്റി നഗരത്തിലെ 99% വീടുകളിലും ഇന്ന് കുടിവെള്ളം എത്തുന്നുണ്ട്. അപൂർവമായിട്ട് ചില ആളുകൾ പുതിയ വീടുകൾ വെച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ കണക്ഷൻ കൊടുക്കാനുള്ളത്. അമൃത് 2-ൽ ഒരു 76 കോടി രൂപ, അതായത് ഈ കുടിവെള്ള കണക്ഷൻ തന്നെ ചില സ്ഥലങ്ങളിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. ബാക്കി 110 കോടി രൂപ കഴിച്ച് ബാക്കിയുള്ളത് അർബൻ ട്രാൻസ്പോർട്ടുണ്ട്, 21 ഗ്രീൻ സ്പേസുകളുണ്ട്, ഡ്രെയിനേജുകളുണ്ട്, ഇങ്ങനെ മൊത്തം എല്ലാം കൂടി പിന്നെ ഒരു 20 കോടിയുടെ സ്പെഷ്യൽ അസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 300 കോടി രൂപയുടെ അമൃത് ഫണ്ട്, കേന്ദ്ര ഫണ്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് മാത്രമല്ല, കേരളത്തിലെ 6 കോർപ്പറേഷനും 3 മുനിസിപ്പാലിറ്റിയുമാണ് ഈ സഹായം ലഭിച്ചിട്ടുള്ളത്. അതിൽ 100% പണം ചെലവഴിച്ചിട്ടുള്ള നഗരസഭ പാലക്കാട് മാത്രമാണ്. ഇതിന് ശേഷം ഈ പണം ചെലവഴിച്ച ശേഷം കൊല്ലം കോർപ്പറേഷനിൽ ചെലവഴിക്കപ്പെടാത്ത ഒരു 50 കോടി രൂപയുണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസം 20 കോടി രൂപ പാലക്കാട് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ട് പണം ചെലവഴിച്ചിട്ടുള്ള നഗരസഭ പാലക്കാട് മാത്രമാണ്. ബാക്കി ഈ പറയുന്ന രീതിയിൽ പിന്നീട് വന്നിട്ടുള്ള ഒരു 140 കോടി രൂപയുടെ ഒരു സാസ്കി ഫണ്ട് വന്നിട്ടുണ്ട്. ഇതിന് പുറമെ കഴിഞ്ഞ ആഴ്ച ഒരു റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 കോടി രൂപ അതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, നമ്മളൊരു പദ്ധതി ചെയ്യുന്ന സമയത്ത് അത് പൂർത്തീകരിക്കുമ്പോൾ ഇൻസെൻറ്റീവ് ബേസ്ഡ് അലോക്കേഷനാണ്. നമ്മളൊരു പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടുത്ത വർക്കിനുള്ള പണം കിട്ടും. അങ്ങനെ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ള നഗരസഭ പാലക്കാടാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പണി പൂർത്തീകരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ പ്ലാൻ പൂർത്തീകരിച്ച് ഉടനെ അതിനുള്ള 75 ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ചിട്ടുള്ള പൈസ ഉടനെ തന്നെ അവർ റീഫണ്ട് ചെയ്തു. അപ്പോൾ ഓരോ സംഗതിയും നമ്മൾ പൂർത്തീകരിക്കുന്ന സമയത്ത് ഉടൻ തന്നെ അടുത്ത വർക്കിനുള്ള അലോട്ട്മെൻറ്റ് അവർ പാസ്സാക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം ഇപ്പോൾ 140 കോടി രൂപയാണ് നമ്മുടെ ലോക്കൽ ഏരിയ പ്ലാൻ, ലാപ്പ് പ്ലാൻ, സാസ്കി ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ റവന്യൂ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ വലിയങ്ങാടിയുടെ ഒരു സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള 140 കോടി രൂപ, 50 കോടി രൂപ അലോട്ട്മെൻറ്റ് ഉടനെ ഉണ്ടാവും. ആ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റ് 90 കോടി രൂപയും കൂടി കിട്ടും. നമ്മുടെ വലിയങ്ങാടി മാർക്കറ്റ് മുതൽ ശകുന്തള സ്റ്റോർ വരെയുള്ള സമഗ്രമായ ഒരു വികസനം ഈ കാലയളവിൽ ഉണ്ടാവുമെന്ന് 100% ഉറപ്പാണ്. 2500 PMAY വീടുകളാണ് ഈ നഗരത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു നഗരമാവുന്ന സമയത്ത് ധാരാളം, അതായത് പുറത്തുനിന്നുള്ള ആളുകൾ നഗരത്തിലേക്ക് വരാനുള്ളൊരു പ്രവണതയുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ സ്ഥലമുള്ളവർക്കാണ് വീട് കൊടുക്കുന്നത്. അപ്പോൾ ലൈഫ് പദ്ധതിയിലാണ് സ്ഥലമില്ലാത്തവർക്ക് വീട് നൽകണം എന്നുള്ളത് കേരള സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിലാണ്. പക്ഷേ കേരള സർക്കാർ ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പണം തരുന്നുമില്ല. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടും കടലാസിലുള്ള പദ്ധതി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. 2 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 1 സെൻറ്റ് സ്ഥലമുള്ള ആളുകൾക്ക് 4 ലക്ഷം രൂപ ഈ പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ യോജിപ്പിച്ച് അവരെ ഗുണഭോക്താക്കാൻ സാധിക്കും. പക്ഷെ ആകെയുള്ള സാങ്കേതിക പ്രശ്നം, ഇപ്പോൾ കേരള സർക്കാർ നമ്മുടെ PM ശ്രീ പദ്ധതി പോലെ തന്നെ അടുത്ത ഘട്ടത്തിലുള്ള PMAY കരാർ ഒപ്പിട്ടിട്ടില്ല. അതായത് പ്രധാനമന്ത്രി ആവാസ് യോജനയിലുള്ള ഏറ്റവും പുതിയ കരാർ സർക്കാർ ഒപ്പിട്ടിട്ടില്ല. അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് സൗജന്യ ഇൻഷുറൻസ് 5 ലക്ഷം രൂപയുടെ കേരള സർക്കാർ ഒപ്പിട്ടിട്ടില്ല. PM ശ്രീയുടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഒപ്പിട്ട സാധനം ഇപ്പോൾ വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കേന്ദ്രം ധാരാളം ഫണ്ട് തരാൻ തയ്യാറാണ്. നിർഭാഗ്യവശാൽ ഇതിന് തടസ്സം നിൽക്കുന്നത് കേരള സർക്കാരാണ്. അതെ, അതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് പറയുന്നല്ലേ നല്ലത്. ഞങ്ങളുടെ ഒരു 35 വാർഡ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ 35 ഏതാണെന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ചില സംഗതികൾ പുറത്ത് ഈ അവസരത്തിൽ പുറത്ത് പറയാതിരിക്കുന്നതാണ്. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ മറിക്കാനും പറ്റും. ഏത് വാർഡാണ് അതെന്ന് പറഞ്ഞാൽ എതിർകക്ഷികൾക്ക് അത് മറിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് സൂചനയുണ്ട്. ചില വാർഡുകളിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നതായിട്ടൊക്കെ സൂചനയുണ്ട്. ഇടതും വലതും ചില വാർഡുകളിലെ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ നടക്കുന്നതായി സൂചനയുണ്ട്. അത് മറികടക്കാനുള്ള ഒരു മരുന്നും ഞങ്ങളും കരുതി വെച്ചിട്ടുണ്ട്. ചില വാർഡുകളിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മറികടക്കാനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. MLA ഇഷ്യൂ പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. കേരളത്തിൽ ഇത്രയും അപജയം നേരിട്ടൊരു പാർട്ടി വേറെയില്ല. ഈ പരാതി വന്ന ഉടനെ സത്യത്തിൽ ഇത് കേരള സർക്കാർ സുമോട്ടോ ആയിട്ട് കേസ് എടുക്കേണ്ടതല്ലേ? ഒരു കൊലപാതകം നടന്നു എന്നിരിക്കട്ടെ, പോലീസ് FIR ഇടാതിരിക്കുമോ? പോലീസ് ഒരു കൊലപാതകം നടന്നു, പരാതിക്കാരനില്ല, ആരാണ് കൊലപാതകം ചെയ്തതെന്ന് അറിയില്ല, പോലീസ് FIR ഇടാതിരിക്കുമോ? അപ്പോൾ ഇത് വളരെ വ്യക്തമല്ലേ? CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിലുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമല്ലേ? ഇതൊരു നോൺ കോഗ്നൈസബിൾ ഒഫൻസാണ്. സുമോട്ടോ ആയിട്ട് FIR രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, പരാതിയെ വേണ്ട. ഇത്തരത്തിലൊരു തെളിവ് പുറത്തു വരുന്ന സമയത്ത് ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആ ബന്ധപ്പെട്ട ക്രൈം നടന്ന സ്ഥലത്തെ SHOന് FIR ഇടാം. പക്ഷേ ബോധപൂർവം 3 മാസക്കാലം FIR ഇട്ടില്ല. ഇതാരെ സഹായിക്കാനാണ്? അപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം 100% കോൺഗ്രസിനെതിരെ ഉണ്ടാവും. കോൺഗ്രസ് ഇപ്പോൾ ഞങ്ങൾ പുറത്താക്കി എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം കൊണ്ടു നടന്ന് ആഘോഷിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് ഈ നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു. ഇതൊന്നും അറിയാത്ത ആളുകളാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം, ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കാം. പക്ഷെ പല നേതാക്കന്മാരും, അത് സാധാരണപ്പെട്ട നേതാക്കന്മാരല്ല, ഇതിൽ MP-മാരുടെ മക്കളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്ത് വരുന്ന വിവരം. MP-മാരല്ല, ഒരു MP-യുടെ, കോൺഗ്രസ് MP-യുടെ ഒരു മകളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഞാനിതിൽ കൂടുതലൊന്നും പറയാനില്ല. മുരളീധരനും ഉണ്ണിത്താനും പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ പോരെ. ഇതുപോലെ ഒരു ഫ്രോഡിനെ വെച്ചിട്ടാണ് പാലക്കാട്ടെ ജനങ്ങളുടെ തലയിൽ വെച്ച് തന്നത്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. കാരണം അല്പമെങ്കിലും ഈ പറയുന്ന മാനം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പോലീസിന് സറണ്ടർ ചെയ്യേണ്ടി വരും. ഇതുപോലൊരു വഞ്ചന അദ്ദേഹം പാലക്കാട്ട് ജനങ്ങളോട് ചെയ്യാനുണ്ടോ? ഞങ്ങൾക്ക് എന്ത് സംവിധാനമുള്ളത്? ഞങ്ങൾക്കൊരു സംവിധാനമില്ല. ഞങ്ങളല്ലല്ലോ ഭരണത്തിലുള്ളത്. കോൺഗ്രസ്സുകാർ പറയട്ടെ എന്ന്, അവരെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കർണാടകയിലല്ലേ? കർണാടക ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ് അല്ലേ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ MP പറയട്ടെ, DCC പ്രസിഡന്റ് പറയട്ടെ MLA എവിടെയെന്നുള്ളത്. അവരല്ലേ പറയേണ്ടത്. കർണാടക BJP-യാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞവർ എന്തെങ്കിലും സംവിധാനം നോക്കാമായിരുന്നു. നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു ഉത്തരം തരാമായിരുന്നു. ഞങ്ങളല്ല അവിടെ ഭരിക്കുന്നത്. കോൺഗ്രസ്സാണ് സംരക്ഷിക്കുന്നത്, ഒരു സംശയവും വേണ്ട. പക്ഷേ CPM-ന് അതിൽ കൈ കഴുകാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ്. 3 മാസം മുമ്പേ അറസ്റ്റ് ചെയ്യാമായിരുന്നു. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ആ വാർത്ത ഇപ്പോഴാണ്, അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ആ കോടതിയുടെ വിധി പഠിച്ച ശേഷം അതിനൊരു ഉത്തരം പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മനസ്സിലായി. അതായത് ദിലീപിന് നീതി കിട്ടിയോ നീതി കിട്ടിയില്ലേ എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോൾ ഞാൻ ഈ ഹാളിനകത്ത് കയറിയപ്പോഴാണ് 6 പേരെ ശിക്ഷിച്ചു എന്ന് മനസ്സിലാക്കിയത്. വലിയ സന്തോഷം. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു സംസ്ഥാനം അപ്പീൽ പോവായിരിക്കും എന്ന് ഞാൻ ധരിക്കുന്നു. അപ്പീൽ പോകേണ്ടതാണ്. ബാക്കിയുള്ളത് ആ വിധി ഒന്ന് പഠിച്ചിട്ട് അടുത്ത തവണ സ്വാഭാവികമായിട്ട് ഞാൻ പറയാം.